അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, നാം മനുഷ്യൻ എന്ന ജീവി മറ്റു ജീവജാലങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തനാണ്. ഈ ലോകത്ത് ഒരുപാട് ജീവജാലങ്ങളുണ്ട്, മനുഷ്യനുമുണ്ട്. പക്ഷെ മനുഷ്യനെപ്പോലെ ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ മറ്റു ജീവജാലങ്ങളൊന്നും വളർന്നിട്ടില്ല എന്ന് നമുക്കറിയാം. മറ്റു ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനുള്ള ഒരു പ്രത്യേകത, വ്യത്യാസം, മനുഷ്യന് ക്രിയാത്മകമായ കഴിവുകളുണ്ട്. ഈ കഴിവുകൾ കൊണ്ട് മനുഷ്യൻ പടിപടിയായി വളർന്നുകൊണ്ടിരിക്കുകയും വികസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ കഴിവുള്ളത് കൊണ്ട് തന്നെ മനുഷ്യന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യാനും അതേപോലെ ഒരുപാട് തെറ്റുകൾ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇത് മറ്റു ജീവജാലങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകതയാണ്. മനുഷ്യന് ഒരുപാട് ക്രിയാത്മകമായ കഴിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തമായ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ പ്രക്രിയകൾ ഗവേഷണം ചെയ്തും പഠിച്ചുകൊണ്ടും ഉണ്ടാക്കുവാനും കണ്ടുപിടിക്കാനും കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ മനുഷ്യനെ തന്നെ ദ്രോഹിക്കുവാനുള്ള കഴിവും ഉണ്ട്. ഇത് മറ്റു ജീവജാലങ്ങൾക്കില്ല. നമുക്കറിയാം, ലോകത്തുള്ള പല ജീവജാലങ്ങളും ഇവരാരും ഇതുപോലെ സ്വത്തുകൾ കൈയടക്കുകയോ മറ്റു ജീവികളെ, സ്വന്തം വർഗത്തിലുള്ള ജീവികളെ അടിമകളാക്കുകയോ അവരെ ചൂഷണം ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പോൾ മനുഷ്യന് ഈ കഴിവുകൾ ഉള്ളതുകൊണ്ട്, സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവുകൾ ഉള്ളതുകൊണ്ട്, നന്മയും തിന്മയും ചെയ്യാനുള്ള കഴിവുകൾ ഉള്ളതുകൊണ്ട് ഈ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുവാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കുവാനും ആവശ്യമായ പ്രചോദനം ഈ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് കിട്ടുമ്പോൾ മാത്രമേ മനുഷ്യന് ഈ നന്മ ചെയ്യാനുള്ള പ്രചോദനം ലഭിക്കുകയുള്ളൂ. ഈ ഒരു കാഴ്ചപ്പാടിലാണ് ലോകത്തെ കാലാകാലങ്ങളിൽ മനുഷ്യൻ ഏതെല്ലാം കാലത്ത് എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ അവിടെ കാലാകാലങ്ങളിൽ ആ സമൂഹത്തിന് ദൈവികമായ ആശയങ്ങൾ, സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയും ആ സന്ദേശത്തിലൂടെ മനുഷ്യൻ നന്മയിലേക്ക്, തിന്മയിൽ നിന്ന് മാറി നന്മയിലേക്കുള്ള പ്രയാണം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ കാലാകാലങ്ങളിലായിട്ടുള്ള ഈ സന്ദേശം അത് വ്യത്യസ്ത ഭാഷകളിൽ വ്യത്യസ്ത പ്രവാചകന്മാരിലൂടെ വന്നിട്ടുള്ള ഈ സന്ദേശം അത് തന്നെയാണ് ഖുർആൻ എന്ന അറബി ഭാഷയിലുള്ള സന്ദേശം എന്നും ആ സന്ദേശത്തെയാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതുതന്നെയാണ് ലോകത്തെ കാലാകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ വന്നിട്ടുള്ള ആശയം. വ്യത്യസ്ത ഭാഷകളിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ പറഞ്ഞിട്ടുള്ളതിന്റെ എല്ലാം ഉദ്ദേശം അതെല്ലാം ഒന്നാണ്. അടിസ്ഥാനപരമായ ഈ ദീനുൽ ഇസ്ലാം, ഈ ശാന്തിയും സമാധാനവും ഉണ്ടാക്കുന്ന വ്യവസ്ഥ, മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന കാഴ്ചപ്പാട്, മനുഷ്യനെ അവന്റെ എല്ലാ ചൂഷണങ്ങളിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം, മനുഷ്യന്റെ അവന്റെ പിരടിയിലുള്ള സംഗതികളെ പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രമായി ചിന്തിക്കുവാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും ആവശ്യമായ പ്രചോദനം നൽകുന്ന ഒരു മെസ്സേജ്. ഈ മെസ്സേജ് എന്ന നിലയിൽ ഖുർആൻ അല്ലെങ്കിൽ മറ്റു വേദഗ്രന്ഥങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നും ആ അവതരിപ്പിച്ചിട്ടുള്ള ആ ആശയം അതാണ് നമുക്ക് ഖുർആനിൽ നിന്ന് കിട്ടുന്നത് എന്നും അത് കാലാകാലങ്ങളിൽ പുരോഹിതന്മാർ അത് മൂടിവെച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ പുരോഹിതന്മാരിൽ അവർ മൂടിവെച്ചിട്ടുള്ള ആ ആശയങ്ങളെ ഖുർആനിൽ നിന്ന് യഥാർത്ഥമായ രൂപത്തിൽ കണ്ടെത്തുകയും അത് ഈ സമൂഹത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി വന്നിട്ടുള്ളവരാണ് നാം എല്ലാവരും. അപ്പോൾ ഇവിടെ നിലവിൽ ഒരുപാട് മതങ്ങളുണ്ട്. ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ ഭൂരിപക്ഷം ഹിന്ദു മതം. എന്താണ് ഈ മതങ്ങളുടെ പ്രത്യേകത? ഒരുപാട് ആരാധനാലയങ്ങൾ ഉണ്ടാക്കുക, അതിനെ പൗരോഹിത്യവൽക്കരിക്കുക, എന്നിട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഈ സമൂഹത്തെ അടിച്ചേൽപ്പിക്കുക, അതിലൂടെ അവരെ ചൂഷണം ചെയ്യുക, ജാതി വ്യവസ്ഥ ഉണ്ടാകുക. ഇന്നത്തെ ലോകത്തിൽ തന്നെ ഏറ്റവും ക്രൂരമായ ചൂഷണ വ്യവസ്ഥയാണ് ഈ ജാതി വ്യവസ്ഥ. നമുക്കറിയാം, ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഒരുപാട് ദൈവങ്ങളെ ഉണ്ടാക്കി, ഒരുപാട് മനുഷ്യനെ പല തട്ടുകളാക്കി, ചിന്തിക്കുവാനും ഗവേഷണം ചെയ്യാനുള്ള പ്രചോദനങ്ങളെ ഇല്ലാതാക്കി, മനുഷ്യന്റെ ക്രിയാത്മകമായ കഴിവുകളെല്ലാം തടഞ്ഞു നിർത്തിക്കൊണ്ട് കേവലമായ ആരാധനാ കർമ്മങ്ങളിലൂടെ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു പരിപാടി. ഈ രൂപത്തിലുള്ള മതങ്ങളാണ് ഇന്ന് ലോകത്ത് മുഴുവനുള്ളത്. അതിൽ ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ ഭൂരിപക്ഷം ഹിന്ദു മതം. ഒരുപാട് അന്ധവിശ്വാസങ്ങളും
ചൂഷണങ്ങളും നിലനിൽക്കുന്ന മതമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാം മതം. ഇത് പറയുമ്പോൾ ഇസ്ലാം മതം എന്ന ആ മതം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, ഹദീസുകാർ, ഷിയാക്കൾ എന്ന് ഉൾക്കൊള്ളുന്ന ഈ ഇസ്ലാം മതവും ഖുർആൻ പറയുന്ന ദീനുൽ ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ അറിയപ്പെടുന്ന മതം എന്ന നിലയിൽ 100 കോടിയിലധികം ജനങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിൽ ഒരുപാട് പള്ളികളുണ്ട്. അതിൽ വലിയൊരു പള്ളി മക്കത്തുണ്ട്. ഇതുപോലെ കുറെ പള്ളികളും ആരാധനാലയങ്ങൾ ഉണ്ടാക്കുകയും അവിടെ കുറെ ആരാധനാ കർമ്മങ്ങൾ നടത്തുകയും അതാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന രൂപത്തിൽ അവന്റെ ക്രിയാത്മകമായ കഴിവുകൾ ഇല്ലാതാക്കുകയും ഗവേഷണം ചെയ്യാനും പഠിക്കാനും അതിലൂടെ വളരുവാനുമുള്ള അവസരങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് കേവലമായ ആരാധനകളുടെ തർക്കങ്ങളിൽ മനുഷ്യനെ തളച്ചിട്ടുകൊണ്ട് പൗരോഹിത്യത്തിന്റെ ചൂഷണത്തിന് വിധേയമാക്കുന്ന ഒരു പ്രക്രിയയാണ് ലോകത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മതത്തിൽ നമ്മൾ ഇന്നിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ, അടിസ്ഥാന കർമ്മങ്ങൾ, അതിനെപ്പറ്റിയുള്ള ചർച്ചകളാണ്. നിസ്കാരം, സക്കാത്ത്, സ്വലാത്ത്, ഹജ്ജ്, ഉംറ, ഇതൊക്കെ കേവലമായ ആരാധനാ കർമ്മങ്ങളാണ് എന്ന രൂപത്തിൽ അതിന്റെ എണ്ണം എത്ര, വണ്ണം എത്ര, അതിന്റെ രൂപം എത്ര, അത് കൈ എവിടെ കെട്ടണം, സുജൂദ് എങ്ങനെ ചെയ്യണം, റുക്കൂ എങ്ങനെ ചെയ്യണം, അതുപോലെ ഹജ്ജ് എങ്ങനെ ചെയ്യേണ്ടത്, അവിടെ പോയിട്ട് എങ്ങനെ വട്ടം ചുറ്റണം, എത്ര വട്ടം വട്ടം ചുറ്റണം, ഇങ്ങനെ വട്ടം ചുറ്റിയിട്ട് ഒരു 2 ലക്ഷം ചെലവാക്കി വട്ടം ചുറ്റി അവിടെ പോയി കുറച്ച് വിക്രമൊക്കെ ചെല്ലിയാൽ അതോടെ അന്ന് ജനിച്ച കുഞ്ഞിനെ പോലായി അവന് സ്വർഗം നിർബന്ധമായി എന്ന രൂപത്തിൽ കേവലമായ ഈ കർമ്മങ്ങളിലൂടെ ഒരു മതത്തെ ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. വിഗ്രഹവൽക്കരിക്കപ്പെട്ട ഒരു മതമാണ് നമ്മൾ ഇവിടെ കാണുന്ന ഈ മതങ്ങളെല്ലാം. ഇതല്ല ഇസ്ലാം എന്ന് പറയുന്ന, ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന, ഖുർആൻ പറയുന്ന ഈ വേദങ്ങളിലൂടെ പറയുന്ന ദൈവികമായ ആശയം എന്നത് ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് കുറെ ഇരുന്ന് ചെല്ലുന്നതോ അല്ലെങ്കിൽ ദൈവത്തെ കുറെ പൊക്കിപ്പറഞ്ഞുകൊണ്ട് കുറെ ആരാധനകൾ ചെയ്യുന്നതോ അല്ല. മനുഷ്യനെ മോചിപ്പിക്കുവാനും മനുഷ്യന് നീതി നൽകുവാനും മനുഷ്യന്റെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ പ്രത്യയശാസ്ത്രം, മഹത്തായ ദർശനമാണ് എന്ന നിലയിലാണ് നമ്മൾ ഈ ഖുർആനിലൂടെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ മുഴുവനും. അപ്പോൾ നമ്മളുടെ ചർച്ചകൾ വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ പഠിച്ചു വന്നത് സുന്നി പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അവിടെ നിലനിന്നിരുന്ന ആ ഒരു ചട്ടക്കൂട്ടിൽ നിന്ന് അതിന്റെ പ്രത്യയശാസ്ത്ര കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കർമ്മശാസ്ത്രം എന്നൊരു സംഭവം തന്നെ ഇസ്ലാമിൽ ഇല്ല. ഫിഖ്ഹ് എന്ന ഒരു ഭാഗം തന്നെ നമ്മൾ പഠിക്കേണ്ടതില്ല. അതിന്റെ അപ്പുറമായ ഒരു സംഗതിയാണ് ഇസ്ലാം എന്ന രൂപത്തിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് എളുപ്പം ആണ് എന്ന് നമ്മൾ വിചാരിക്കും. നിസ്കാരം ഇല്ലാതായി, നോമ്പില്ലാതായി, സക്കാത്ത് തന്നെ കൊടുക്കുന്ന 2% കൊല്ലത്തിൽ കൊടുക്കണ ഇല്ലാതായി, ഹജ്ജില്ലാതായി. പക്ഷെ സത്യത്തിൽ നമ്മൾക്ക് ഒരുപാട് വലിയ ഉത്തരവാദിത്തങ്ങൾ ഈ ദീനുൽ ഇസ്ലാം എന്ന ഈ ഒരു ദൈവികമായ ആശയത്തെ ഇവ സ്ഥാപിക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം, ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഖുർആൻ പറഞ്ഞ അഖീമുസ് സ്വലാത്ത്, ഖുർആൻ പറഞ്ഞ ആത്തു സക്കാത്ത്, ഖുർആൻ പറഞ്ഞ സിയാമ്, ഖുർആൻ പറഞ്ഞ ഹജ്ജ്. ഇതെല്ലാം ഈ ഒരൊറ്റ റൂട്ടിലേക്കാണ് വരുന്നത് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രവർത്തനം അതിന്റെ ശരിയായ റൂട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പഴയ കാലത്തുള്ള ചർച്ചകളൊക്കെ നമ്മൾ ഭസ്മായിക്കൊണ്ട്, അതാണ് മൂസാനക്ക് ആ വടിയാൻ കിട്ടപ്പോൾ മറ്റുള്ളവരെ ആ ആശയങ്ങളൊക്കെ വിഴുങ്ങി എന്ന് പറഞ്ഞാൽ അതില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മശാസ്ത്രപരമായ തർക്കങ്ങൾ, നിസ്കാരത്തിന് രൂപ എങ്ങനെ കിട്ടുക, എത്ര എണ്ണം കിട്ടും, നോമ്പിന്റെ എണ്ണം കിട്ടോ, അതിങ്ങനെ കിട്ടോ, ഇങ്ങനെ കിട്ടോ, വട്ടം ചുറ്റൽ എങ്ങനെ കിട്ടി, അത്തരം ചർച്ചകളെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ചർച്ചകളുടെ പ്ലാറ്റ്ഫോം മാറി ഇവിടെ ഈ സമൂഹത്തിൽ നീതിയും ന്യായവും സ്ഥാപിക്കാൻ ആവശ്യമായ, ഈ സമൂഹത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ ആവശ്യമായ ഒരു ദർശനം ഇവിടെ സ്ഥാപിക്കുവാനുള്ള ഒരു പട്ടാളത്തിൽ ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പട്ടാളം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്ന പട്ടാളമല്ല, ആദർശ പട്ടാളം. ഈ രൂപത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ പ്രയാസം അനുഭവിക്കേണ്ടി വരും, കൂടുതൽ ത്യാഗം സഹിക്കേണ്ടി വരും, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും. അതിന് നമ്മൾ സജ്ജരായേ പറ്റൂ.
അപ്പോൾ ഇങ്ങനെ ഇസ്ലാം എന്നത്, ഈ ദീനുൽ ഇസ്ലാം എന്ന ഈ ദൈവിക വ്യവസ്ഥ, അത് നിലവിലുള്ള ലോകത്ത് നിലവിലുള്ള മതങ്ങൾ എന്ന സങ്കല്പത്തിന് തികച്ചും വിഭിന്നമാണ്, തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ വലിയ കുറെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പാരമ്പര്യമായി നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് എതിർത്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാൻ പറ്റും, ഖുർആനിൽ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റും എന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അതിന് വ്യക്തമായ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തിയേ പറ്റും. ഇവിടെ ചോദിക്കും, മുഹമ്മദ് നബിയിൽ അങ്ങനെ നിങ്ങളെ വിശ്വസിക്കാം, നിലവിലുള്ള ചരിത്രങ്ങളൊക്കെ നിഷേധിക്കുകയാണെങ്കിൽ, നിലവിലുള്ള പാരമ്പര്യം നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മുഹമ്മദ് നബി അറേബ്യയിലെ ജനിച്ചത് എങ്ങനെ കിട്ടും? അദ്ദേഹം അബ്ദുള്ളയുടെ ആമിനയുടെ പുത്രനാണെന്ന് കിട്ടും? ഇവിടെ നമുക്ക് പറയാനുള്ള മറുപടി, നമ്മൾ വിശ്വസിക്കുന്ന മുഹമ്മദ് നബി ഇവർ ചരിത്രത്തിൽ എഴുതി വെച്ച അറേബ്യയിൽ ഇന്ന കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന 6-ാം നൂറ്റാണ്ടിൽ ജനിച്ചു വളർന്ന അബ്ദുള്ളയുടെയും ആമിനയുടെയും പുത്രനായ മുഹമ്മദ് നബി തന്നെ ആകണം എന്ന് നമുക്ക് നിർബന്ധമില്ല എന്നുള്ളതാണ്. അഥവാ ചരിത്രത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള മുഹമ്മദ് നബിയിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്, മറിച്ച് ഖുർആനിൽ പറഞ്ഞ മുഹമ്മദ് നബിയിലാണ്. അത് ചരിത്രത്തിലുള്ളത് ആകട്ടെ ആകാതിരിക്കട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. ഈസാ നബി എന്ന് പറഞ്ഞാൽ ജെറുസലേമിൽ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാലിത്തൊഴുത്തിൽ വളർന്ന ഈസാ നബി എന്ന് ആകണമെന്നില്ല. ആ യേശു ക്രിസ്തു തന്നെ ആകണമെന്ന് നമുക്ക് നിർബന്ധമില്ല. 3000 കൊല്ലം മുമ്പോ അതിന്റെ ശേഷമോ ജനിച്ചു വളർന്ന മൂസാ നബി, ഇസ്രായേലികളിൽ അവിടെ ഈജിപ്തിൽ ജനിച്ചു വളർന്ന ഫറവയുടെ കൊട്ടാരത്തിൽ വളർന്ന് ഈ മൂസാ നബി തന്നെയാണ് ഖുർആൻ പറഞ്ഞ മൂസാ നബി എന്ന് ചരിത്രം കൊണ്ട് നമുക്ക് സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന മൂസാ നബി, നമ്മൾ വിശ്വസിക്കുന്ന ഈസാ നബി, നമ്മൾ വിശ്വസിക്കുന്ന ഇബ്രാഹിം നബി, നമ്മൾ വിശ്വസിക്കുന്ന മുഹമ്മദ്, ഇതാരാണ് എന്താണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതും മനസ്സിലാക്കുന്നതും ഖുർആൻ എന്ന ഗ്രന്ഥത്തിലൂടെ മാത്രമാണ്. ആ ഖുർആനിൽ പറഞ്ഞ ഗുണങ്ങൾ മാത്രമാണ് നമ്മൾ അവരിൽ അംഗീകരിക്കുന്നുള്ളൂ. നിലവിലുള്ള ചരിത്രത്തിൽ എഴുതി വെച്ച മുഹമ്മദ് നബിയെ പറ്റി നമുക്കറിയാം. 11 കല്യാണം കഴിച്ച് ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്തതായിട്ട്, ആ ഭാര്യമാരുമായിട്ട് തന്നെ 1 മണിക്കൂർ ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരുപാട് അസംബന്ധങ്ങൾ, യുദ്ധപ്രിയനായ സാമ്രാജ്യത്തെ വിസ്തൃതിക്ക് വേണ്ടി യുദ്ധം നയിക്കുന്ന ഒരു യുദ്ധക്കൊതിയനായിട്ട് അവതരിപ്പിക്കപ്പെട്ട നിലവിലുള്ള ചരിത്രത്തിലൂടെയുള്ള മുഹമ്മദ് നബിയെ നമുക്ക് ഒരു ഖുർആൻ വിശ്വസിക്ക്, ഖുർആൻ പറഞ്ഞതാണ് യഥാർത്ഥം എന്ന് വിശ്വസിക്കുന്ന, ഖുർആൻ പറയുന്ന ഗുണങ്ങളുള്ള മുഹമ്മദ് നബിയെ ഈ ചരിത്രത്തിൽ എഴുതി വെച്ച ആ രൂപത്തിലുള്ള മുഹമ്മദ് നബി ഒന്നാണ് എന്ന് ഖുർആൻ വിശ്വസിക്ക്. ഒരു ന്യായത്തിലും നന്മയിലും വിശ്വസിക്കുന്ന, ഒരു സത്യത്തിലും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിക്ക് നിലവിലുള്ള മുഹമ്മദ് നബിയെ വിശ്വസിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവർ ചരിത്രത്തിൽ എഴുതി വെച്ച മുഹമ്മദ് നബിയിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്, ഖുർആൻ പറഞ്ഞ മുഹമ്മദ് നബിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം വരുന്നുണ്ട്, പാരമ്പര്യത്തിൽ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഖുർആൻ വിശ്വസിക്കും? ഖുർആൻ ദൈവത്തിൻ്റെതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായോ എന്ന ചോദ്യം. ഇതിന് 2 രൂപത്തിലുള്ള ഉത്തരം നമ്മൾക്കുണ്ട്. ഒന്ന്, തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം, പാരമ്പര്യത്തെ എങ്ങനെ മാനദണ്ഡമാക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം. അങ്ങനെ പാരമ്പര്യത്തെ മാനദണ്ഡമാക്കുകയാണെങ്കിൽ ഇവിടെ പാരമ്പര്യമായി വിശ്വസിക്കുന്ന അവരൊക്കെ എങ്ങനെയാണ് അതിൽ നിന്ന് മാറാൻ സാധിക്കുക? ഹിന്ദുക്കളിൽ പാരമ്പര്യമായി ഹിന്ദുക്കളായി ജനിച്ചു വളർന്നവർ രാമായണത്തിൽ വിശ്വസിക്കുന്നു. അതിൽ ഹനുമാൻ മലയും കൊണ്ട് ലങ്കയിലേക്ക് പോയ കഥ പറയുന്നു, ഇതുവരെ വിശ്വസിക്കോ? അപ്പോൾ പിന്നെ അതെങ്ങനെ നിഷേധിച്ചുകൊണ്ട് എങ്ങനെ അവരെങ്ങനെ ഇസ്ലാമിലേക്ക് വന്നു? അപ്പോൾ പാരമ്പര്യം മാനദണ്ഡമാണെങ്കിൽ ലോകത്തിൽ നിന്ന് ജനിച്ചു വളർന്നവരൊക്കെ ഏതൊക്കെ സാഹചര്യത്തിലാണോ അത് തന്നെ അംഗീകരിക്കേണ്ടി വരും. ഒരു സുന്നിയായി ജനിച്ച ആൾക്ക് മുജാഹിദ് പോലും ആകാൻ സാധിക്കില്ല. അപ്പോൾ പാരമ്പര്യം ഒരു മാനദണ്ഡം അല്ല. അപ്പോൾ പാരമ്പര്യം മാനദണ്ഡമല്ല എങ്കിൽ പിന്നെ ചരിത്രത്തെ നമ്മൾ നിഷേധിക്കേണ്ടതല്ലേ? അപ്പോൾ ചരിത്രത്തെ നിഷേധിച്ചുകൊണ്ട് എങ്ങനെ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയും? ഇവിടെ എഴുതപ്പെട്ട ചരിത്രങ്ങളൊക്കെ നിലവിൽ നിഷേധിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെയുള്ള മനുഷ്യന്റെ ഈ ചരിത്രം നിഷേധിച്ചുകൊണ്ട് എങ്ങനെ ഇവിടെ ജീവിക്കാൻ കഴിയും, ഇവിടെ നിലകൊള്ളാൻ കഴിയും? അപ്പോൾ ചരിത്രത്തെ നമ്മൾ എങ്ങനെ വിലയിരുത്തണം? ചരിത്രത്തെ വായിച്ചെടുക്കേണ്ടത് എങ്ങനെ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രന്ഥങ്ങളെ, പുസ്തകം ഏത് ബുക്കായിക്കൊള്ളട്ടെ, അത് വായിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? എന്താണ് വായനയുടെ മാനദണ്ഡം? വായനയുടെ തത്വശാസ്ത്രം എന്താണ്? ഫിലോസഫി ഓഫ് റീഡിംഗ് അതെന്താണ്? ഖുർആൻ പറഞ്ഞത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ ഇസ്മിനെ, നാമത്തെ അടിസ്ഥാനമാക്കി നീ വായിക്കുക. എന്താണ് ആ വായന എന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ചരിത്രം എന്ന് പറയുന്നത്
ഇവിടെ ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മളെ നബിയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ നേരെ ഹദീസിനൊക്കെ എടുക്കും. സത്യത്തിൽ ഹദീസ് എന്ന് പറഞ്ഞ ചരിത്രം പോലുമല്ല, അത് പെരുക്കിയതാണ്. കുറെ അങ്ങനെ ഇവിടെ പെരുക്കിയാൽ ഓരോ കച്ചറ പെരുക്കുന്നത് എന്ന മാതിരി കച്ചറ പെരുക്കുന്നവർ അതിന് നല്ലതേ പെരുക്കുള്ളൂ. ഹദീസ് എഴുതി ഉണ്ടാക്കിയവർ പെരുക്കിയത് മുഴുവൻ നല്ലത് ഒഴിവാക്കിയിട്ട് കേടുള്ളത് പെരുക്കുക. ഏറ്റവും വൃത്തികെട്ടത് പെരുക്കികളാണ് ഹദീസ് എഴുതി ഉണ്ടാക്കിയത്. അപ്പൊ ആ ഹദീസ് എന്നത് നമ്മളെ ചരിത്രത്തിന്റെ വായനയുടെ മാനദണ്ഡത്തിൽ തന്നെ വരുന്നില്ല. അത് നമ്മൾ ആദ്യം തന്നെ എടുത്ത് വലിച്ചേരാം. പിന്നെ വരുന്ന കുറെ ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. ലോകത്ത് മതത്തിന്റെ പേരിലും അല്ലാത്ത പേരിലും എഴുതപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളുമുണ്ട്. ഇത് വായിക്കേണ്ട മാനദണ്ഡം എന്താണ്? ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയേ പറ്റും. ഏതൊരു പ്രത്യയശാസ്ത്രമാകട്ടെ, ഏതൊരു പ്രസ്ഥാനമാകട്ടെ, അത് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് വളരെ വ്യക്തമായി അറിയുന്ന ഒരുപാട് തെളിവുകൾ അതിലുണ്ട്. ഉദാഹരണമായിട്ട് നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്നിവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി കോൺഗ്രസ് 150 വർഷത്തോളം പാരമ്പര്യമുള്ള പാർട്ടിയാണ്. ഞങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും പാരമ്പര്യമുള്ള പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടിയാണ് കോൺഗ്രസ്. എന്താണ് 150 വർഷത്തെ പാരമ്പര്യം? കോൺഗ്രസ് ഉണ്ടാക്കിയത് എന്തിനാണ്? ഇന്ന് കോൺഗ്രസ് നിലകൊള്ളത് എന്തിനാണ്? അതിന്റെ ഇടക്കാലത്ത് അത് ഘട്ടങ്ങളിലൂടെ ഏത് രൂപത്തിലാണ് ആ കോൺഗ്രസ് സഞ്ചരിച്ചിട്ടുള്ളത്? ബ്രിട്ടീഷുകാർ ഇവരെ കോളനിവൽക്കരിച്ചപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭരണം ഇവിടെ കാലകാലങ്ങളിൽ ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ബ്രിട്ടീഷ് ഭരണത്തെ സഹായിക്കുവാനും ഇന്ത്യയിലുള്ള ജനങ്ങളെ ആ ബ്രിട്ടീഷ് ഭരണത്തെ പങ്കാളിയാക്കുവാനും അതിനെ സഹകരിച്ചുകൊണ്ട് ഈ ഭരണം നിലനിർത്തുവാനും വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമ്മൾ ഇവിടെ മറ്റ് പ്രത്യേക കമ്പനികളുണ്ടല്ലോ, അതുപോലെ. അപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷെ പിൽക്കാലത്ത് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വന്ന മാറ്റങ്ങൾ, പിന്നീട് വന്ന നേതാക്കന്മാർ സ്വാതന്ത്ര്യ ബോധമുള്ളവരാവുകയും അങ്ങനെ ആ സ്വാതന്ത്ര്യ ബോധമുള്ള ആ നേതാക്കന്മാർ ഗാന്ധിജിയെ പോലെ, നെഹ്റുവിനെ പോലെ, ആസാദിനെ പോലുള്ള ആളുകൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരികയും അവർ ഈ പ്രസ്ഥാനത്തെ മാറ്റി അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്ന ഒരു പ്രസ്ഥാനമാക്കി മാറ്റുകയും അതിനുവേണ്ടി നിസ്സഹകരണ പ്രസ്ഥാനങ്ങളും സമരങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങനെ കോൺഗ്രസിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ അത് അതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്ന് മാറി അത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് മാറി ഇന്ത്യയെ സ്വാതന്ത്ര്യം കിട്ടാനുള്ള ഒരു പ്രസ്ഥാനമായി മാറി. പക്ഷെ പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം അതിന്റെ നേതാക്കൾ ഈ ചരിത്രത്തെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്ന പ്രസ്ഥാനം എന്ന രൂപത്തിലുള്ള ചരിത്രത്തെ ഫലപ്രദമായി ഉപയോഗിക്കുകയും അങ്ങനെ അവർക്ക് അധികാരത്തിലേറാനുള്ള ഒരു മാനദണ്ഡമാവുകയും ചെയ്തു. അങ്ങനെയാണ് അത് ഇന്ദിരാഗാന്ധി തന്റെ ഏകാധിപത്യമായ പ്രവർത്തനങ്ങൾക്ക് ആ കോൺഗ്രസിനെ സമർത്ഥമായി ഉപയോഗിച്ചു. ഇന്നും കോൺഗ്രസിന് ഇവിടെ നിലനിൽക്കാൻ കഴിയുന്നത് ഈ കോൺഗ്രസ് എന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിലാണ് ഇന്നും കോൺഗ്രസ് പല ഭരണത്തിലേറാൻ സഹായിക്കപ്പെടുന്നത്. പക്ഷെ നമുക്കറിയാം ഇന്നത്തെ കോൺഗ്രസ് പല കാര്യങ്ങളിലും ഇന്ത്യയെ പഴയ അടിമത്തത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പണ്ട് ഏതൊരു അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടി ഗാന്ധിജിയും നെഹ്റുവും അതുപോലെ ആസാദിനെ പോലുള്ളവരും പരിശ്രമിച്ചിരുന്നുവോ അതേ അടിമത്തത്തിലേക്ക് തന്നെ ഇന്ത്യയെ തീരെഴുതാനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വളരെ കുറഞ്ഞ ഒരു കാലഘട്ടത്തിൽ തന്നെ ഒരു പ്രസ്ഥാനം അതിന്റെ ആളുകൾക്കനുസൃതമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. നമുക്കറിയാം ഇവിടെ തന്നെ നമ്മുടെ മുസ്ലിം ലീഗിന്റെ അവസ്ഥ എന്താണ്. മുസ്ലിം ലീഗ് ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് രണ്ടും ഏകദേശം ഭൂരിപക്ഷം ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ചുണ്ടായിരുന്ന കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് നിലവിലുള്ള കോൺഗ്രസ് പതിയാകില്ല എന്ന് തോന്നി മുസ്ലിങ്ങൾക്കായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് ആണ് ഈ മുസ്ലിം ലീഗ് ഇവിടെ രൂപീകരിക്കപ്പെടുന്നത്. പക്ഷെ പിന്നീട് അതിന്റെ ആശയങ്ങൾ മാറുകയും അത് ഇന്ത്യ പാകിസ്ഥാൻ എന്ന രണ്ട് രാജ്യങ്ങളായി വിഭജിക്കണമെന്ന ആവശ്യത്തിലേക്ക് അത് ട്വിസ്റ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഇവിടെ ഇന്ത്യയെ വിഭജിക്കാനുള്ള സമരങ്ങൾ നടത്തുകയും അങ്ങനെ ഇന്ത്യയെ വിഭജിച്ചുകൊണ്ട് രണ്ട് രാഷ്ട്രങ്ങളാക്കുകയും മതത്തിന്റെ പേരിൽ രണ്ട് രാഷ്ട്രങ്ങളാക്കിക്കൊണ്ട് ഇന്ത്യയെ രണ്ട് കഷ്ണങ്ങളാക്കി മനസ്സുകളെ കഷ്ണങ്ങളാക്കി മാറ്റുകയും
അങ്ങനെ മതത്തിന്റെ പേരിൽ ഒരു രാജ്യമുണ്ടാക്കുകയും പാകിസ്ഥാൻ എന്ന പേരിൽ രാജ്യമുണ്ടാക്കുകയും ഈ മുസ്ലിം ലീഗുകാർ അങ്ങോട്ട് പോവുകയും ചെയ്തു. അതിനുശേഷം ആ ലീഗ് പോയ ശേഷം പിന്നെ ഇവരെയുള്ള ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾക്ക് ഒരു അത്താളി എന്ന നിലയിലാണ് രണ്ടാമതൊരു മുസ്ലിം ലീഗ് ഇവിടെ വന്നത്. ആ മുസ്ലിം ലീഗ് അത് ഗുണങ്ങളോ ദോഷങ്ങളോ ചെയ്ത് ഞാനിത് രാഷ്ട്രീയം പറയാമെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷെ മതേതരത്വത്തെ പല രൂപത്തിലും ആ മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ട സന്ദർഭത്തിൽ പോലും ശിഹാബ് തങ്ങളെപ്പോലുള്ള ആളുകൾ മിതവാദികളായി രംഗത്ത് വരികയും ആളുകളോട് പക്വമായി പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല മുസ്ലിങ്ങൾ പല തീവ്രവാദ സംഘടനകൾ ഇവിടെ കൂടുതൽ തീവ്രമായ പ്രവർത്തനങ്ങളിലൂടെ പല സംഘടനകൾ ഉണ്ടായപ്പോൾ സെക്യുലർ കാഴ്ചപ്പാട് ഇവിടെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഇന്നത്തെ പല മുസ്ലിം നേതാക്കന്മാർ, നമുക്കറിയാം കെ എം ഷാജി, മുനിയർ പോലുള്ള ആളുകൾ മുസ്ലിം ലീഗിന്റെ മതേതരത്വത്തിന്റെ ആ ആശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് പ്രവർത്തിക്കുന്ന ഈ കാലത്ത് ഇപ്പൊ ഇതാ ഇവിടെ ഒരു പോസ്റ്റർ കണ്ടു, മുസ്ലിം ലീഗ് 90 വർഷത്തെ പാരമ്പര്യത്തെ ഓർത്തുകൊണ്ട്. അപ്പോൾ എന്താണ് ഇവർ ചെയ്യുന്ന വിഡിത്തം? 90 വർഷം പാരമ്പര്യമുള്ള മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാല് അത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗാണ് ഇവിടെ വിഭജനത്തെ സഹായിച്ചിട്ടുള്ളത്. അതിനുശേഷം വന്ന മുസ്ലിം ലീഗും ഇതും ഒന്നാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിഭജനത്തെ അംഗീകരിക്കുന്നവരാണ് എന്ന് സ്വയം പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ മലർന്നു കിടന്ന് തുപ്പുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ ഇത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് വിഭജനത്തെ അംഗീകരിച്ച മുസ്ലിം ലീഗും ഇന്നത്തെ മുസ്ലിം ലീഗും ഒന്നാണ് എന്ന് പറയുന്ന വിവരക്കേട് ഇവർ പറയുന്നത്. ഇത് പാരമ്പര്യത്തെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് ഇത്ര വർഷത്തെ പാരമ്പര്യം, പക്ഷെ ആ പാരമ്പര്യം എന്താണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഒരു പ്രസ്ഥാനം അത് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ആളുകൾ എന്താണ് ആ പ്രസ്ഥാനത്തിലുള്ളത്, ആ പ്രസ്ഥാനം അതിനനുസരിച്ച് മാറി. ഇത് കാലാകാലം ഒരേ രൂപത്തിൽ ഇങ്ങോട്ട് വന്നു എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ, ഇത്രയും ടെക്നോളജിയുള്ള കാലഘട്ടത്തിൽ നമുക്കറിയുന്നതാണ് ഇതൊക്കെ. അങ്ങനെയാണെങ്കിൽ 1000 കൊല്ലം 2000 3000 കൊല്ലം മുമ്പ് ഉണ്ടായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ അത് അതേപോലെ വന്നു എന്ന് പറയുന്നത് ശുദ്ധമായ അസംബന്ധമാണ്. നമുക്കറിയാം മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികെത്തിരിക്കുന്ന കാലഘട്ടത്തിൽ വക്കം മൗലവി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പോലുള്ള ആളുകൾ കേരള ഐക്യസംഘം പോലെ ഉള്ള സംഘടനകളിലൂടെയും അല്ലാതെയും സമൂഹത്തിൽ മതേതര ചിന്തകളും സ്വതന്ത്ര ചിന്തകളും അന്ധവിശ്വാസങ്ങളും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആ രൂപത്തിലുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കേരള നെടുവത്തിൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനം ഉടലെടുത്തു. സുന്നത്ത് ജമാഅത്തിൽ ഇന്നുകൊണ്ട് അതിന്റെ ആശയത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഇല്ലെങ്കിലും ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇവരെ ഇല്ലായ്മ ചെയ്യുവാനും ഒരുപാട് ചൂഷണങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങളെ ഉൾപ്പെടലാക്കുവാനും വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച്, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച്, ഒരുപാട് കല്ലേറുകൾ കൊണ്ട് കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ് കേരള നെടുവത്തിൽ മുജാഹിദീൻ. അത് നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ ആ കേരള നെടുവത്തിൽ മുജാഹിദീന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഏതൊക്കെ അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനാണോ അവർ പരിശ്രമിച്ചിരുന്നത്, അതേ അന്ധവിശ്വാസങ്ങളെ തിരികെ കൊണ്ടുവരുവാനും ഏതൊക്കെ മന്ത്രവാദങ്ങളെയും സിഹറിനെയും ജിന്നുകളെയും എല്ലാം ഈ സമൂഹത്തിൽ നിന്നും അവരുടെ മനസ്സുകളിൽ നിന്നും ആട്ടിയോടിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നുവോ അതേ ജിന്നുകളെയെല്ലാം തിരിച്ചു കൊണ്ടുവരികയും അത് ഏതുവരെ എത്തി? സ്വന്തം ഭാര്യ പ്രഗ്നന്റ് ആണെങ്കിൽ അത് തന്റെ കുഞ്ഞാണോ അതോ ജിന്നിന്റെ കുഞ്ഞാണോ എന്ന് സംശയിക്കുന്ന രൂപത്തിൽ താൻ തന്നെ തന്റെ മാതാവ് കല്യാണം കഴിച്ച തന്റെ പിതാവിന്റെ കുഞ്ഞാണോ അതിന് ജിന്നിന്റെ കുഞ്ഞാണോ എന്ന് സംശയിക്കുന്ന തരത്തിൽ തനി നമ്പുസങ്ങളായിക്കൊണ്ട് ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അധപതിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾക്ക് 80 വർഷത്തെ പാരമ്പര്യമുണ്ട്. ഞങ്ങൾ അനീതിക്കും അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി പോരാടിയ പ്രസ്ഥാനമാണ് എന്ന് ഇന്ന് നിലവിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന് എങ്ങനെ പറയാൻ കഴിയും? ഞാൻ പറഞ്ഞു വന്നത് ഏതൊരു പ്രസ്ഥാനവും അത് കാലാകാലങ്ങളിൽ അതിന്റെ ആളുകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇസ്ലാം എന്ന ഈ ദീനുൽ ഇസ്ലാമിനും ഈ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞ ദീനുൽ ഇസ്ലാം ഇന്ന് കേവലം ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ മതമാവുകയും നിങ്ങൾക്കാണ് ഇസ്സത്ത് എന്ന് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കണമെന്ന് നിങ്ങൾക്കാണ് ഇസ്സത്ത് എന്ന് പറയുന്ന ആ ഖുർആനിന്റെ ആളുകൾ ഇന്ന് ലോകത്ത് എല്ലാ സ്ഥലത്തും ചൂഷണം ചെയ്യപ്പെടുകയും മുതലാളിത്ത വ്യവസ്ഥയുടെയും അമേരിക്കയുടെയും എല്ലാം അടിമകളായിക്കൊണ്ട് അവരുടെ കാൽനക്കികളായിക്കൊണ്ട് ലോകത്തുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ അർത്ഥപ്പതിക്കുകയും ചെയ്തിട്ടുള്ളത്.
എന്താണ് ഖുർആൻ പറഞ്ഞ ദീനുൽ ഇസ്ലാം എന്ന് അവർ മനസ്സിലാക്കാതെ അത് കേവലമായ ഒരു മതമായി അവതരിപ്പിക്കാൻ ഇവരെ അധപതിച്ചത് കൊണ്ടാണ്. ഇത് പറയുമ്പോൾ ചരിത്രത്തെ നമ്മൾ എങ്ങനെ വായിക്കണം? ചരിത്രത്തെ നമ്മൾ നിഷേധിക്കുകയല്ല, ചരിത്രത്തെ വായിക്കുന്ന വായന എങ്ങനെ ആയിരിക്കണം? ചരിത്രത്തിൽ എഴുതി വെച്ചതൊക്കെ അതുപോലെ വായിക്കാൻ പാടുണ്ടോ? അത് അതേപോലെ വിശ്വസിക്കേണ്ടതുണ്ടോ? അതല്ല ചരിത്രത്തെ വായിക്കുന്ന മാനദണ്ഡം എന്താണ്? എന്താണ് ഫിലോസഫി ഓഫ് റീഡിംഗ്? ദൈവത്തിന്റെ നാമത്തിലുള്ള വായന എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ചരിത്രത്തിൽ എഴുതി വെച്ച അസംബന്ധങ്ങളും പൗരോഹിത്യത്തിനും ഇവിടുത്തെ മുതലാളിമാർക്കും ഇവിടുത്തെ ഏകാധിപതിയായ രാജാക്കന്മാർക്കും വേണ്ടി എഴുതി വെച്ചതാണ് നിലവിലുള്ള ചരിത്രങ്ങൾ ഭൂരിപക്ഷവും. അതിൽ നിന്ന് യഥാർത്ഥമായ ആശയങ്ങളും യഥാർത്ഥ സംഭവങ്ങളും വേർതിരിച്ചെടുക്കണമെങ്കിൽ ചരിത്രത്തെ വായിക്കേണ്ട യഥാർത്ഥമായ വായന നമ്മൾ വായിച്ചേ പറ്റും. ഞാൻ ഒരുപാട് നീട്ടുന്നില്ല, ഇതൊരു വലിയ സബ്ജക്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയ ഉദാഹരണങ്ങൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നമുക്കറിയാം, കൊളംബസ്, അമേരിക്ക ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ രാഷ്ട്രമാണ് അമേരിക്ക. ഇന്ന് ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്നത് ടെക്നോളജി കൊണ്ടും ആയുധശക്തി കൊണ്ടും ആശയങ്ങൾ കൊണ്ടും ലോകത്തെ നിയന്ത്രിക്കുന്ന രാജ്യമാണ് അമേരിക്ക. അമേരിക്കയും ഇസ്രായേലും. ഈ അമേരിക്ക കണ്ടുപിടിച്ചത് ആരാ? നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചത്. പക്ഷെ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചെങ്കിലും അത് ആർക്ക് തെറ്റിദ്ധാരണ വന്നു. അമേരിക്കോ വെസ്പുച്ചിയാണ് അമേരിക്ക കണ്ടുപിടിച്ചത് എന്ന് തെറ്റിദ്ധരിച്ച് അമേരിക്കോ വെസ്പുച്ചിയുടെ പേരിട്ടു. അങ്ങനെയാണ് കൊളംബസിന്റെ ആ ക്രെഡിറ്റ് പോയിട്ട് അമേരിക്കോ വെസ്പുച്ചിക്ക് പേര് വന്നത്. അങ്ങനെയാണ് അമേരിക്ക എന്ന പേരുണ്ടായത്. അപ്പോൾ യഥാർത്ഥത്തിൽ കൊളംബസ് കണ്ടുപിടിച്ച ആ ചരിത്രം മാറ്റി അമേരിക്ക എന്ന പേര് വന്നത് അത് ആ പേരിട്ട ആൾക്ക് വന്ന ചെറിയൊരു അബദ്ധമാണ്. അപ്പോൾ നമുക്കറിയാം, യഥാർത്ഥത്തിൽ അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസാണ്. ഇത് നമ്മളെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മളെ സ്കൂളുകളിലെ സാമൂഹ്യ ശാസ്ത്ര പാഠങ്ങളിലെല്ലാം നമ്മൾ പഠിച്ച കാര്യവസ്തുതയാണ്. പക്ഷെ സത്യത്തിൽ അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് അല്ല. കൊളംബസ് അമേരിക്കയിൽ എത്തുമ്പോൾ അവിടെ ഒരു വലിയ സമൂഹമുണ്ടായിരുന്നു, ഒരു വലിയ സംസ്കാരമുണ്ടായിരുന്നു. റെഡ് ഇന്ത്യൻസ് എന്ന ഒരു വർഗമുണ്ടായിരുന്നു. അപ്പോൾ ആ വർഗം, ആ സംസ്കാരമുള്ള മനുഷ്യരായി അംഗീകരിക്കാത്ത യൂറോപ്യർ, ഞങ്ങൾ മാത്രമാണ് മനുഷ്യർ, അമേരിക്കയിൽ അന്നുണ്ടായിരുന്ന റെഡ് ഇന്ത്യൻസ് ഒന്നും മനുഷ്യരല്ല എന്ന കാഴ്ചപ്പാടിൽ, അവരുടെ ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അവരെ ഇതുണ്ടാക്കിയതാണ് കൊളംബസാണ് അമേരിക്ക കണ്ടുപിടിച്ചതെന്ന്. അത് ബ്രിട്ടീഷുകാരുടെ കാൽനക്കികളാണ് ഇന്നും നമ്മളെ ചരിത്രകാരന്മാർ എന്നതുകൊണ്ട് ആ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് മാനസികമായി നമ്മൾ മോചിപ്പിക്കപ്പെടാത്തതുകൊണ്ട് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പോലും ഇന്നും ഈ വിവരക്കേടുകളെ പഠിപ്പിക്കുകയാണ് കൊളംബസാണ് അമേരിക്ക കണ്ടുപിടിച്ചത്. കൊളംബസിന്റെയും അമേരിക്ക വെസ്പുച്ചിയുടെയും നേതൃത്വത്തിൽ യൂറോപ്യർ അമേരിക്കയിൽ ആക്രമിക്കുകയും അവരെ കൈയടക്കുകയും അവിടെയുള്ള സ്ത്രീകളിൽ മുഴുവനും അവരുടെ ബീജം കുത്തിവെക്കുകയും 100% ക്രോസിംഗ് നടന്നാൽ അപൂർവം രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക. അങ്ങനെ റെഡ് ഇന്ത്യൻസ് എന്ന വർഗം എന്ന സമൂഹം അവിടെ ഇല്ലാതായി. അങ്ങനെ ഒരു കൾച്ചർ തന്നെ, അങ്ങനെ സംസ്കാരം തന്നെ ഇല്ലാതാക്കി. ആ യൂറോപ്പിന്റെ സംസ്കാരം അവിടെ കംപ്ലീറ്റ് അടിച്ചേൽപ്പിക്കപ്പെട്ട് ആ രൂപത്തിൽ അമേരിക്ക കണ്ടുപിടിച്ചത് യൂറോപ്പിലാണ് എന്ന ശുദ്ധ അസംബന്ധം ഇന്ന് ലോകം മുഴുവൻ ഇവർ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചരിത്രത്തെ നമ്മൾ വായിക്കേണ്ടത് ഇവർ എഴുതി വെച്ച ചരിത്രം അതേപോലെയല്ല. മനുഷ്യൻ എല്ലാ കാലത്തും എല്ലാവരും മനുഷ്യൻ എന്ന കാഴ്ചപ്പാടിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന ഈ സാമൂഹ്യ ശാസ്ത്രങ്ങളിലെല്ലാം ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ പറയേണ്ടതുണ്ട്. നമുക്കറിയാം, ഔറംഗസീബിനെ പറ്റി ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ സാമ്രാജ്യ വിസ്തൃതി ഉണ്ടായിരുന്ന രാജാവായിരുന്നു ഔറംഗസീബ്. അദ്ദേഹം ഒരു യാഥാസ്ഥികനായിരുന്നു, ജീവിതം ലളിതമായിരുന്നു. ഇതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ സ്കൂളുകളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഔറംഗസീബിനെ പറ്റി സാമൂഹ്യശാസ്ത്ര പാഠങ്ങൾ ഹൈസ്കൂളുകളിൽ. ഇപ്പോൾ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, ഞാനൊക്കെ പഠിച്ചതാ. എന്താ പഠിച്ചത്? ഔറംഗസീബ് വളരെ ലളിതമായി ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ചെലവ് നടത്തിയിരുന്നത് തൊട്ട് തുന്നിയിട്ടും ഖുർആൻ പകർത്തിയിട്ടും എണ്ണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുഗൾ രാജാവ്, ഏറ്റവും കൂടുതൽ സാമ്രാജ്യത്വ വിസ്തൃതി ഉണ്ടായിരുന്ന മുഗൾ രാജാവിനെ പറ്റിയാണ് പറയുന്നത്. ആ രാജാവിന്റെ ചെലവ് നടത്തിയിരുന്നത് അദ്ദേഹം സ്വയം ഖുർആൻ പകർത്തിയിട്ടും തൊപ്പി തുന്നിയിട്ടുമാണ്. എന്തൊരു അസംബന്ധമാണ് ഇവർ എഴുതി വെച്ചിട്ടുള്ളത്. എവിടെയാണ് സ്കൂളിൽ ഇന്ന് ഏറ്റവും വലിയ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ നമ്മുടെ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിച്ച അസംബന്ധമാണ്. ഒരു രാജാവ് എങ്ങനെയാണ്, ആ രാജാവിന്റെ ഒരുപാട് യുദ്ധങ്ങൾ നടന്ന മുഗൾ സാമ്രാജ്യം ക്ഷയിക്കാൻ തുടങ്ങിയത് ഔറംഗസീബിന്റെ കാലഘട്ടത്തിലാണ്.
എങ്ങനെയാണ് ഒരു രാജാവ് തൊപ്പി തിന്നാനും ഖുർആൻ പകർത്തി സ്വന്തം ചെലവിനുള്ള ആവശ്യമായ രൂപത്തിൽ ഇതെല്ലാം ചെയ്യുവാനുള്ള സമയം കണ്ടെത്തുന്നത്? ഇതൊരു ഹോബി എന്ന നിലയിൽ അദ്ദേഹം കുറച്ച് തൊപ്പി തിന്നുക, ഖുർആൻ പകർത്തുക ചെയ്യുമെന്ന് വിചാരിക്കുക. ഒരാളുടെ ആ കാലഘട്ടത്തിലൊക്കെ കൂലി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഇന്നത്തെ കാലത്തെ കൂലിയൊന്നുമില്ല. ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സാധാരണ തരത്തിലുള്ള ഒരു കൂലിക്ക് ജോലി ചെയ്താൽ അവന് കിട്ടുന്ന പരമാവധി അതിന് ഭക്ഷണത്തിനുള്ള ചെലവ് മാത്രം കിട്ടാം. അപ്പൊ ഈ രാജഭരണം എന്ന ഒരു വലിയ കർമ്മ ചെയ്യുന്നതിന്റെ ഇടയിൽ തൊപ്പി തിന്നുക, ഖുർആൻ പകർത്തുക എന്നും നിസ്സാരമായ തൊഴിൽ ഒരാൾ ചെയ്തിരുന്നു എന്നും എന്നിട്ട് അതെങ്ങനെ മാർക്കറ്റ് ചെയ്യും? ഒരു രാജാവിനെ എന്റെ തൊപ്പിയും ഖുർആനൊക്കെ എങ്ങനെ അയാൾ തന്നെ പോയിട്ട് ചന്തയെ കൊണ്ട് വിൽക്കുക? ഇതിന് ആളെ നിർത്തണ്ടേ? അപ്പൊ രാജാവിന്റെ തൊപ്പിയും ഖുർആനൊക്കെ എങ്ങനെ മാർക്കറ്റ് ചെയ്യും? അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ കഴിയാം? മാത്രമല്ല, ഒരു രാജാവിന്റെ ചെലവിന് തന്നെ എന്താണ്? ഒരു രാജകൊട്ടാരത്തിൽ ആയിരക്കണക്കിന് പടയാളികളും ആയിരക്കണക്കിന് സേവകന്മാരും ഒരുപാട് ഒരു വലിയൊരു ജനസമൂഹമായ ഒരു രാജകൊട്ടാരം എന്ന് പറഞ്ഞാല് ആ രാജകൊട്ടാരത്തിലെ ചെലവിനെ കണക്കാക്കുക. അത് ഖജനാവിന് ആവശ്യമുള്ളത് എടുക്കാനല്ലാതെ ആ കൂട്ടത്തിലുള്ള ഒരു രാജാവിന്റെ ഒരു 2 നേരത്തെ ഭക്ഷണത്തിന് എന്ത് ചെലവുള്ളത് അതെങ്ങനെ കണക്കാക്കും? അപ്പോൾ ഒരു രാജാവിന്റെ ചെലവ് കണക്കാക്കുന്നതിന് തൊപ്പി തിന്നലും ഖുർആൻ പകർത്തലുമായിരുന്നു മാനദണ്ഡം എന്ന ശുദ്ധ അസംബന്ധം എഴുതി വെച്ചിട്ടുള്ളത് നമ്മുടെ സ്കൂളുകളിൽ ഇവിടുത്തെ ഏറ്റവും ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകൾ ഇവിടെ സ്കൂളുകളിൽ പഠിപ്പിച്ച ചരിത്ര പുസ്തകത്തിലാണ്, കുട്ടികളെ പഠിപ്പിക്കുന്ന സാമൂഹ്യ പാഠത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചരിത്രത്തെ നമ്മൾ വായിക്കുന്ന മാനദണ്ഡമെല്ലാം പൊളിച്ചെഴുതേണ്ടി വരും. അത് സമൂഹത്തിൽ നീതിക്കും ന്യായത്തിനു വേണ്ടിയുള്ള വായനയായി മാറ്റുമ്പോൾ മാത്രമേ, അത് അടിച്ചമർത്തപ്പെടുന്നവരുടെ മോചനത്തിനുള്ള വായനയായി മാത്രമേ നമ്മൾക്ക് യഥാർത്ഥമായ ആശയങ്ങൾ കിട്ടുകയുള്ളൂ. ഇത് ഇസ്ലാമിനെ പറ്റിയും ഇസ്ലാമിക ചരിത്രം, അവിടെ തന്നെ ഒരുപാട് ടിസ്റ്റിംഗ് ഉണ്ട്. ഇസ്ലാമിക ചരിത്രം എന്ന് പറയുന്ന ചരിത്രം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ചരിത്രം, അത് എല്ലാ കാലത്തും മനുഷ്യന്റെ ചരിത്രം തന്നെ. അത് ഇസ്ലാമിക ചരിത്രം, ഹിന്ദു ചരിത്രം, ക്രിസ്ത്യൻ ചരിത്രം, ഇങ്ങനെ ചരിത്രമൊന്നുമില്ല. അപ്പൊ ഈ രൂപത്തിൽ ഇസ്ലാമിക ചരിത്രം എന്ന രൂപത്തിൽ ഏകാധിപതികളായ രാജാക്കന്മാരുടെ ചരിത്രത്തെ ഇസ്ലാമിക ചരിത്രം എന്ന രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് തന്നെ ഈ സമൂഹത്തെ യഥാർത്ഥമായ ഖുർആന്റെ ആശയത്തിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏകാധിപതിയായ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ആ ചരിത്രത്തെ ഇസ്ലാമിക ചരിത്രം എന്ന് പേരിട്ടത് തന്നെ ഒരു വലിയ ചൂഷണത്തിന്റെ ഉദ്ദേശമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ആ രൂപത്തിൽ നിങ്ങൾ ചിന്തിക്കണം. യഥാർത്ഥമായ വായന എന്താണ് ഖുർആൻ പറഞ്ഞ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ നാമത്തിലുള്ള വായന എന്താണ്? ചരിത്രത്തിന്റെ വായനയുടെ തത്വശാസ്ത്രം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. കൂടുതൽ ആ വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. എന്താണ് ഇസ്ലാമിക ചരിത്രം എന്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ കഴിയണം. പാരമ്പര്യമായ മതം എന്ന ആ കാഴ്ചപ്പാടിൽ നിന്ന് മാറി മനുഷ്യനെ സമൂഹത്തിന് മോചനം നൽകുവാനും നന്മ ചെയ്യാനും സ്വതന്ത്രമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും പുരോഗതിയിലേക്ക് നയിക്കുവാനും ആവശ്യമായ ഒരു പ്രവർത്തന രീതി എന്ന നിലയിലേക്ക് ദീനുൽ ഇസ്ലാമിയെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളിവിടെ ഈ ത്യാഗം സഹിച്ച് ഇവിടെ വന്ന് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ഇവിടെ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. അപ്പോൾ നമ്മൾ യഥാർത്ഥമായ റൂട്ടിലേക്ക് ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ റൂട്ടിലേക്ക് നമ്മൾ എല്ലാ ത്യാഗവും സഹിച്ച് ഒരുമയോടെ ഒറ്റക്കെട്ടോടുകൂടി ഇറങ്ങണമെന്നും അതിനാവശ്യമായ ഖുർആനിലെ സത്യങ്ങൾ കണ്ടെത്തുവാനുള്ള പ്രവർത്തനങ്ങളിൽ സജ്ജരാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.